Hi everyone, welcome back to my channel. I am Marathi. So ഇന്ന് ഡീൽ ചെയ്യുന്നത് ഇൻകം ടാക്സിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നോക്കിയത്. സെക്കൻഡ് പാർട്ടിൽ TDS ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് TDS എന്ന് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്നും എന്താണ് TDS എന്നും അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Which two of the following are correct about TDS certificate? TDS on salary payment form 16, TDS on non-salary payment form 16A, TDS on rent payment form 16B, TDS on sale of property form 16C. So TDS certificate related ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. TDS സർട്ടിഫിക്കറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 2 ആണ് ആൻസർ. TDS ഓൺ സാലറി പേയ്മെൻറ്റിന് ഫോം 16ഉം നോൺ സാലറി പേയ്മെൻറ്റിന് ഫോം 16A ആണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ബാക്കി രണ്ട് ഓപ്ഷനിൽ TDS ഓൺ റെൻറ്റ് പേയ്മെൻറ്റിന് ഫോം 16Cയും TDS ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടിക്ക് ഫോം 16Bയും ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. ഇതാണ് TDS സർട്ടിഫിക്കറ്റ്. കൂടുതൽ അതിലെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് TDS സർട്ടിഫിക്കറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റ്? ഡ്യൂ ഡേറ്റ് ഓരോ TDS സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു, ഫോം 16, 16A, BC. ഇനി ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോം നമ്പർ 16 ആനുവൽ, ഫോം നമ്പർ 16A ക്വാർട്ടർലി, ഫോം നമ്പർ 16B ഹാഫ് ഇയർലി, ഫോം നമ്പർ 16C മന്ത്ലി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 2 ആണ്. ഫോം നമ്പർ 16 ആനുവലിയും ഫോം നമ്പർ 16A ക്വാർട്ടർലി ആണ്. ബാക്കി 16Bയും 16Cയും എവറി ട്രാൻസാക്ഷൻസിന് നമ്മളത് ഇഷ്യൂ ചെയ്യും. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് TDS എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. TDS മീൻസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമയത്ത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുകയ്ക്ക് മുകളിൽ നമ്മൾ ഒരാൾക്ക് ഒരു വർഷത്തിൽ നൽകുകയാണെങ്കിൽ അതിൽ നിന്നും നാം ഒരു നിശ്ചിത ശതമാനത്തിനുള്ള ടാക്സ് കുറച്ചതിന് ശേഷം മാത്രമേ നൽകാൻ പാടുള്ളൂ. അതിനെയാണ് TDS എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ബാങ്കിൽ ഒരു കോടി രൂപ FD ഇട്ടു. 6% പലിശയാണ്, ഒരു വർഷത്തേക്കാണ് FD ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ 6% ഇൻട്രസ്റ്റ് ആണ് ആ ഒരു FDക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 കോടിയുടെ 6% എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് എനിക്ക് ബാങ്കുകാർ തരേണ്ടത്. ബാങ്കുകാർ ഈ 6 ലക്ഷം ഇൻട്രസ്റ്റിൽ നിന്ന് 10% TDS ഡിഡക്റ്റ് ചെയ്ത്, അതായത് 6 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഈ 60,000 രൂപ ഇൻകം ടാക്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ എന്ത് ചെയ്യും? നിക്ഷേപിക്കും. എന്നിട്ട് ബാക്കിയുള്ളതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതലാണ് ആ ഒരു വർഷത്തെ പലിശ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ TDS ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബാങ്കുകാർ ആ ഒരു തുക ഇൻകം ടാക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യും? തിരിച്ച് അതിനൊരു TDS ഡിഡക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് TDS സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും. ഇതാണ് TDS എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 10% യൂസ് ചെയ്തത്. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസിനും പെർസെൻറ്റേജും ലിമിറ്റും വരുന്നത് വ്യത്യാസമാണ്. ബാങ്ക് ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 10% ആണ്. അതും ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 40,000 ആണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 കൂടുതലാണ് ഒരു വർഷത്തെ പലിശ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? TDS ഡിഡക്റ്റ് ചെയ്യണം. സാധാരണ അതർ ഇൻഡിവിജ്വൽസിനാണെന്നുണ്ടെങ്കിൽ 40,000 ആണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ആ 40,000 കൂടുതലാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 10%
പെർസെൻറ്റേജ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് മെയിനായിട്ട് TDS എന്ന് പറയുന്നത്. അപ്പോൾ TDS എന്താണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുന്നു. ഇനി TDS സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 16 16A ആണ്. ഒരു എംപ്ലോയിക്ക് അതായത് സാലറി കൊടുത്ത് കഴിയുമ്പോൾ ആ സാലറി ഒരു വർഷത്തിൽ ഇപ്പോൾ 2,50,000 ആണ് സ്ലാബ് റേറ്റ് എങ്കിൽ അതിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? TDS ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതാണ് ഫോം 16 അല്ലെങ്കിൽ 16A എന്ന് പറയുന്നത്. ഈ TDS അതായത് ഡിഡക്റ്ററും ഡിഡക്റ്റിയും തമ്മിലുള്ള ആ പല ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ TDS സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് നേരത്തെ ആ ഒരു ചോദ്യം, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോം നമ്പർ 16 എന്ന് പറയുന്നത് സാലറി പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് ഇയർലി ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. 16A നോൺ സാലറി പേയ്മെൻറ്റ് ക്വാർട്ടർലി. 16B എന്ന് പറയുന്നത് സെയിൽ ഓഫ് പ്രോപ്പർട്ടി ആണ്. അത് എവറി ട്രാൻസാക്ഷൻസിനും നമ്മളത് ഇഷ്യൂ ചെയ്യേണ്ടി വരും. 16C TDS ഓൺ റെൻ്റ് ആണ്. അതും എവറി ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇനി TDSൽ വരുന്ന പലതരം പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ്. ഈ പേയ്മെൻറ്റ്സിൽ നിന്നാണ് TDSൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആദ്യത്തേത് സെക്ഷൻ 192 സാലറിയാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു ആൾക്ക് 2,50,000 രൂപയോ, അതായത് സ്ലാബ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാലറിയിൽ നമ്മൾ TDS ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ 2,50,000 രൂപയാണ് എങ്കിൽ അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ, സാലറി അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ നിന്ന് ആ വ്യക്തിക്ക് ബാധകമാകുന്ന ഇൻകം ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ബാക്കിയുള്ള തുകയാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് 192 സാലറി എന്ന് പറയുന്നത് സ്ലാബ് റേറ്റ് ആണ് അവിടെ TDS ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്തത് 192A PF ആണ്. അവിടെ 50,000 ആണ് മാർജിൻ. അതിനുശേഷം വരുന്ന എല്ലാ തുകയ്ക്കും 10% TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. 193 ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. അവിടെ 2,500 അതിനുശേഷം വരുന്ന എല്ലാ തുകയ്ക്കും 10% TDS ഡിഡക്റ്റ് ചെയ്യണം. 194 ഡിവിഡൻഡ് 5,000 ആണ്. 10% ആണ് TDS വരുന്നത്. 194A ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് CDS സിറ്റിസൺ ആണെങ്കിൽ 50,000 വരെ ആവാം. അതിനുശേഷം വരുന്ന തുകയ്ക്ക് 10% TDS ഡിഡക്റ്റ് ചെയ്യണം. അതേഴ്സിനാണെങ്കിൽ 40,000 ആണ്. TDS 10%. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. 194B എന്ന് പറയുന്നത് വിന്നിങ് ഫ്രം ലോട്ടറി. 194BB എന്ന് പറയുന്നത് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. രണ്ടിൻ്റെയും സ്ലാബ് റേറ്റ് അവിടെ ഇത് വരുന്നത് 10,000 ആണ്. അതിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് 30% ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 194C പേയ്മെൻറ്റ് ടു കോൺട്രാക്റ്റ് വർക്കുകൾക്ക് കോൺട്രാക്ടേഴ്സിന് ഇപ്പോൾ കൊടുക്കുന്ന ഒരു ഒറ്റ തുക സിംഗിൾ പേയ്മെൻ്റ് ആണെങ്കിൽ 30,000 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ HEOഫിനാണെന്നുണ്ടെങ്കിൽ 1%, അതേഴ്സിനാണെങ്കിൽ 2% ആണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അവിടെ വരുന്ന ലിമിറ്റ് സിംഗിൾ പേയ്മെൻ്റ് ആണെങ്കിൽ 30,000, ടോട്ടൽ ആണെന്നുണ്ടെങ്കിൽ 1 lakh ആണ്. ഒറ്റ തുകയായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 lakh ആണ് അവിടെ വരുന്ന ലിമിറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ് 2% ആണ്. അതേഴ്സിന് വരുന്നത് HEOF ആണെന്നുണ്ടെങ്കിൽ 1% ആണ് വരുന്നത്. ദെൻ 194D ഇൻഷുറൻസ് കമ്മീഷൻ ആണ്. അവിടെ ഇൻഡിവിജ്വൽസിനാണെങ്കിൽ 15,000 ആണ്. 15,000 ശേഷം വരുന്നതിന് 5% TDS ഡിഡക്റ്റ് ചെയ്യുക. കമ്പനിക്കും 15,000 ആണ്. എന്നാൽ അവിടെ TDS വരുന്നത് 10% ആണ്. ദെൻ 194G കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ് ആണ്. 15,000 അവിടുത്തെ TDS 5%. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 194I റെൻറ്റ്. 194I റെൻറ്റിൽ 2 സെക്ഷൻ ഉണ്ട്. 194IA പ്ലാന്റ് ആൻഡ് മെഷീനറി, 194IB ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫർണിച്ചറൊക്കെയാണ് അവിടെ വരുന്നത്. അതിന് 2,40,000 ആണ് വരുന്നത്. 2%ഉം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫർണിച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ 10% ആണ് TDS.
Then payment on transfer of immovable property 194IA 50 lakh ആണ് 1% ആണ് TDS. അടുത്തത് 194IB, ഇത് രണ്ടും മാറിപ്പോവരുത്. 194Iയും 194IB. 194IB എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ബൈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF. 194I ഇൻഡിവിജ്വൽസിനും HUFനും ബാധകമല്ല. IB എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനും HUFനും ഉള്ളതാണ്. അത് 50,000 ആണ് പെർ മന്ത് വരുന്നത്, 5% TDS. 194J ഫീ ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ് 30,000ഉം 2% ആണ് അവിടെ TDS വരുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത് റെൻറ്റ്, പിന്നെ കമ്മീഷൻ ഓൺ സെയിൽ, ഇൻഷുറൻസ് കമ്മീഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട്. പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഇനി ഇതാണ് TDSന്ന് മെയിനായിട്ട് എല്ലാ വർഷവും ചോദിക്കാറുള്ളത്. ഈ ഒരു കാര്യമാണ് TDSന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഇൻ ടേംസ് ഓഫ് TDS? Income by way of winning from horse race at 30%, insurance commission at 10%, rent of plant and machinery at 5%, rent of furniture at 5%. താഴെ കൊടുത്തേക്കുന്നവയിൽ TDSൻ്റെ പേയ്മെൻറ്റ്സിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് 30% തന്നെയാണ്. ഇൻഷുറൻസ് കമ്മീഷൻ 10% ആണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി 5% ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 2% ആണ് വരുന്നത് TDS. ഫർണിച്ചറിൻ്റെ 10% ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണമാണ് കറക്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റും കാര്യങ്ങളും അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. Under section 194IB of IT, an individual or HUF who is responsible for paying to a resident any rent shall deduct income tax for the use of any land and building or both if the rent exceed. അത് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. 194I റെൻറ്റ് പറഞ്ഞു, 194IB പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ബൈ ഇൻഡിവിജ്വൽ ഓർ HUF എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ പറഞ്ഞിരുന്നു. അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള റെൻറ്റ് പേയ്മെൻറ്റിൽ എത്രയാണ് TDS കൊടുക്കേണ്ടത്, റെൻറ്റ് എത്ര എക്സീഡ് ചെയ്താലാണ് അവിടെ TDS വരുന്നത്. അത് ഓൾറെഡി പറഞ്ഞു. 50,000 പെർ മന്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 50 ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUFനാണെങ്കിൽ 50,000 പെർ മന്ത് ആണ്. 50,000ൽ കൂടിയിട്ടുണ്ടെങ്കിൽ 5% ആണ് അവിടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. What is the rate of tax deducted at source from insurance commission in case of person? ഇൻഷുറൻസ് കമ്മീഷന് എത്രയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേഴ്സൺസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് സെക്കൻഡ് 1 ആണ്. അതായത് 5% ആണ് ഇൻഷുറൻസ് കമ്മീഷന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 5% പേഴ്സൺസിനാണെങ്കിൽ, കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ആണ് 10% വരുന്നത്. അവിടെ വരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. 15,000ൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനാണെങ്കിൽ 5% TDSും കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ 10% ആണ് TDS വരുന്നത്. അപ്പോൾ ഇത് ആ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു TDSന്ന് എല്ലാ ഇയേഴ്സിലും ക്വസ്റ്റ്യൻസ് ഈ ഒരു റേറ്റ് ആണ് ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ എത്രയാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളതാണ്. ഈ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ ഒരു ടേബിളും മാത്രം അറിയാവുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ എല്ലാവർക്കും TDS ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള ടോപ്പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. സോ അതുവരെ താങ്ക് യു.